അന്ന് യൂറോപ്യൻ മാർക്കറ്റിൽ നീലത്തിന് വില കൂടുതലായിരുന്നു. യൂറോപ്യന്മാർ ചമ്പാരനിൽ ഭൂമി വാങ്ങുകയും അത് പാട്ടത്തിന് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ നൽകുകയും ചെയ്തു. അതിലെ ഒരു വ്യവസ്ഥയാണ് തീൻകടിയ. അതായത് ഭൂമി പാട്ടത്തിനെടുത്ത കൃഷിക്കാരൻ 20-ൽ 3 ഭാഗത്ത് 20 ഏക്കറിൽ 3 ഏക്കർ നീലം കൃഷി ചെയ്യണമെന്ന നിബന്ധനയാണ് പാട്ടക്കരാറിൽ ഉണ്ടായിരുന്നത്. കേട്ടാൽ ലളിതമായി തോന്നാമെങ്കിലും പല ഫലപുഷ്ടിയേറിയ സ്ഥലങ്ങളും കർഷകർക്ക് നീലം കൃഷി ചെയ്യേണ്ടി വന്നു. നീലം വിളവെടുത്ത് വിൽപ്പന നടത്തുമ്പോഴാണ് കൊളോണിയൽ ഭൂവുടമകളുടെ ചതിയുടെ പൂർണ്ണരൂപം കർഷകർക്ക് മനസ്സിലായത്. നീലം വാങ്ങുന്നതും ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അവ തുച്ഛമായ വിലയെ കർഷകർക്ക് നൽകിയുള്ളൂ. മാത്രമല്ല, ഇതിനെതിരെ പ്രതികരിക്കുന്ന കർഷകർക്ക് ജമീന്ദാർമാരുടെ ഗുണ്ടകളുടെ മർദ്ദനവും ഉണ്ടായിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതരായപ്പോൾ പട്ടിണിയും ദാരിദ്ര്യവും അവിടെ ഉണ്ടായി. ഇതാണ് ചമ്പാരൻ സമരത്തിന് കാരണം.